നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഇന്നത്തെ ഒരു ഒരു പേഴ്സൻ്റെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ട് ആ കമൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് സ്പെസിഫിക് ആയിട്ട് ഈ റീഡിങ് കുറച്ച് ജനറൽ ആക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്സ് മാത്രമല്ല, ഒരു നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന രീതിക്ക് കൂടി നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ കൂടി പ്രത്യേകം എടുത്ത് പറയാൻ ഞാൻ ശ്രമിക്കാം. അത് എന്താണെന്ന് വെച്ചാൽ, കാണുന്നവർ കൂടുതൽ പേരും ഇവിടെ നമ്മളെ ഫാമിലി, മാരീഡ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും കൺസേൺ വരിക. ഓക്കെ, അങ്ങനെയുള്ളവരാണ് കൂടുതൽ കാണുന്നത്. അവരുടെ എനർജിയാണ് ഇവിടെ ഞാൻ പിക്ക് ചെയ്യുന്നത്. ഈ കാർഡ് വരുമ്പോൾ നമ്മൾ ആ ഒരു എനർജി പിക്കിംഗ് ആണ്. നമുക്കല്ലാതെ ഇപ്പം എനിക്ക് എന്ത് കണക്ഷനാണ് നിങ്ങളോട്, അല്ലേ? സോ അപ്പം അങ്ങനെ ഒരു കണക്ഷൻ കിട്ടുന്നത് എത്ര കൂടുതൽ വ്യൂവേഴ്സ് മേ ബി ആ കാര്യത്തിൻ്റെ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പിക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ കുറച്ച് പേർക്ക് മേ ബി അച്ഛൻ, അമ്മ അല്ലെങ്കിൽ സിസ്റ്റർ, ബ്രദർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം നിങ്ങൾ ചോദിക്കുള്ളൂ. വളരെ കുറവായിരിക്കും, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അത് വളരെ വളരെ ചുരുക്കമായിരിക്കും. ബട്ട് എന്നാലും ഞാൻ സ്പെസിഫിക് ആയിട്ട് അതിനെക്കുറിച്ച് എടുത്ത് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പം ഇന്ന് റിലേഷൻഷിപ്സിൻ്റെയും പറയാം, ഞാൻ 2 തരത്തിൽ പറയാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ഇന്ന് കുറച്ച് കൺഫ്യൂസിങ് ആയിപ്പോയാൽ എന്നോട് ക്ഷമിക്കാം. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ നിങ്ങളൊരു പേഴ്സണിനെ കുറിച്ച് മനസ്സിലാലോചിക്കുക. നിങ്ങൾക്ക് ഇന്ന് ആരെക്കുറിച്ചാണോ നിങ്ങൾക്ക് ഇന്ന് അറിയേണ്ടത്, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്, ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് അങ്ങനെ എല്ലാം നമുക്ക് കിട്ടാൻ പോലെ. ഓക്കെ, എന്താണ് അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന രീതിക്കൊക്കെ. അതിപ്പോൾ ഫാമിലി മെമ്പർ ആവാം, അച്ഛനമ്മയാവാം, പാരൻസ് ആവാം, ബ്രദർ സിസ്റ്റർ ആവാം. നിങ്ങളിപ്പോൾ അവരുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അവരെ മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, ആൻഡ് അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, ഏതായാലും കുഴപ്പമില്ല. നമുക്ക് നിങ്ങൾ ആ പേഴ്സണിനെ കൊണ്ടുവരാൻ മനസ്സിൽ അവരെക്കുറിച്ച് അറിയാൻ പോലെ നമുക്ക് നോക്കാം. അവരുടെ ഫീലിങ്സ് നിങ്ങളോട്, ആൻഡ് അവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, ആൻഡ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനിപ്പോൾ ടോപ്പിക്കിൻ്റെ പേരിന്ന് ഞാൻ ജസ്റ്റ് ഒരു നോക്കാം. ഞാൻ നിങ്ങളുടെ എനിക്കറിയില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ഞാനിന്ന് എടുത്ത ഡെക്കും ഒന്നും എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് മാച്ചായിട്ട് എത്ര എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വിൽ ട്രൈ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ ആരായാലും ശരി, അവരെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ് എനർജി, കിങ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, 5 swords, moon card. Second, just wait. Page of Pentacles. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി പേഴ്സണൽ റീഡിങ് ആകുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ കാണുന്ന ഒരുപാട് ആൾക്കാരാണ്. ഓക്കെ, സോ പിക്ക് ചെയ്യാൻ എനിക്കറിയില്ല. ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങളിവിടെ ചോദിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചായിരിക്കാം. ഫ്രണ്ട് അല്ലെങ്കിൽ പാരൻസ് ആവാം ചിലവർക്ക്. കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ പാരൻസിനെ കുറിച്ചായിരിക്കാം ചോദിക്കുന്നത്. ഹസ്ബൻഡ് ഹസ്ബൻഡ് നിങ്ങളുടെ വൈഫിനെ കുറിച്ച് ചോദിക്കുന്നു, അങ്ങനെയാവാം. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, വൈഫ് ഹസ്ബൻഡിനെ കുറിച്ച് ചോദിക്കുന്നു, അങ്ങനെയാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഈവൻ സിസ്റ്റേഴ്സ് ആവാം, സിസ്റ്റർ, ബ്രദർ, അങ്ങനത്തെ ആൾക്കാരാവാം. ഫ്രണ്ട്സും ആവാം ചിലപ്പോൾ. ഓക്കെ, ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ ബോസ്, അങ്ങനത്തെ പൊസിഷനിലുള്ള ആൾക്കാരായിരിക്കാം. സീനിയർ, നിങ്ങളെക്കാളും സീനിയർ ആയിട്ടുള്ള ആരെങ്കിലും കാര്യങ്ങളായിരിക്കാം. വേറെന്താ പറയുക, റിലേറ്റീവ്സും വരാം, ഫ്രണ്ട്സിലും വരാം. ഓക്കെ, കാരണം ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. വേറെന്തൊക്കെയാണ് പറയാൻ പറ്റുന്നത് ഞാൻ ആലോചിക്കുകയാണ് കുറച്ച്. ഓക്കെ, ഇതിപ്പോൾ ആരും ആവാട്ടോ. ഓക്കെ, എനിവേ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പർ, അച്ഛനമ്മമാർ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ, ഫ്രണ്ട്സിൽ ആരെങ്കിലും ആവാം. ഓക്കെ, കൊളീഗ്സ് ആവാം. നിങ്ങൾക്കറിയുന്ന ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും മാരീഡ് ലേഡി ആവാം, അങ്ങനെയും പറയാം. ഓക്കെ, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുകയാണ്, നിർബന്ധമില്ല. ഈവൻ മാരീഡ് മാൻ ആവാം, മാരീഡ് ലേഡി ആവാം. മാരീഡിൽ മീൻസ് അത് പറയുമ്പോഴും നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത്. ഓക്കെ, അത് കണക്ട് ആവുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ. മാരീഡ് ആയിരിക്കാം ആ പേഴ്സൺ എന്ന രീതിയിൽ. ഫ്രണ്ട്സ് ആണെങ്കിലും ശരി. ഓക്കെ, ഫ്രണ്ട് ആണെങ്കിൽ അവർ മാരീഡ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ ആണെങ്കിലും മാരേജ് കഴിഞ്ഞവരായിരിക്കാം. ദെൻ അഗൈൻ ഓക്കെ,
പറഞ്ഞു. ഐ തിങ്ക് ഐ കവേർഡ് അല്ലേ, ഒരു ഇതെല്ലാം ഞാൻ കവർ ചെയ്തു എന്നാണ് തോന്നുന്നത്. ഓക്കെ, എനിക്കിവിടെ മെയിൻ ആയിട്ട് ഇത് നിങ്ങളുടെ എനർജി ആയിട്ടാണ് തോന്നുന്നത്. കിങ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, അപ്പം നിങ്ങളുടെ മീൻസ് കിങ് ആവാം, ക്വീൻ ആവാം. ഓക്കെ, നിങ്ങൾ ലേഡീസ് അല്ലെങ്കിൽ ജെൻസ് ആവാം. നിങ്ങൾ പക്ഷേ ആ പേഴ്സണിന്, ഇപ്പം ഈ നിങ്ങൾ ചിന്തിക്കുന്ന പേഴ്സണിന് നിങ്ങൾ പണം കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കാണാം. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്ന രീതിക്ക്. സപ്പോർട്ട് മീൻസ് മെൻ്റലി സപ്പോർട്ടും ആവാം. ഓക്കെ, ഇമോഷണൽ സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ട്, ലൈക്ക് മോട്ടിവേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളും ആവാം. ബട്ട് അല്ലാതെ എനിക്ക് ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ പണമായിട്ടോ കൊടുത്ത ഒരു ഫീലിംഗ് ആണ് വരുന്നത്. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കാണാം. സോ ഇതിപ്പോൾ ഈവൻ ലവ് റിലേഷൻഷിപ്സ്, ഓക്കെ, അങ്ങനെ എടുത്തോളാം. ഓക്കെ, നിങ്ങൾ എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇതെടുക്കാം. പക്ഷെ അവർക്ക് നിങ്ങൾ മേ ബി ഫൈനാൻഷ്യലി നിങ്ങൾ ഹെൽപ്പ് കൊടുത്ത് കാണും. അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നിൽക്കുന്ന, അതായത് അവരെ കെയർ ചെയ്യുക, അവരെ ടേക്ക് കെയർ ചെയ്യുക. ചിലപ്പോൾ ഫാമിലി മെമ്പർ ആണെങ്കിൽ നിങ്ങൾ അവരുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറയാം. അവരെ ഇപ്പോൾ പാരൻസ് ആയാലും ശരി, ബ്രദർ സിസ്റ്ററോ അല്ലെങ്കിൽ ഈവൻ ഫ്രണ്ട്സ് ആയാലും ശരി, നിങ്ങൾ അവരെ അത്രത്തോളം നിങ്ങൾ അവരെ കൂടെ നിന്ന് അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരു ഇതുണ്ടാവാം. ഓക്കെ, ബട്ട് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വന്നായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ മേ ബി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ തമ്മിലൊരു നിങ്ങൾ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വഴക്കിട്ടതാവാം, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ലൈക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ആൻഡ് ഇവിടെ ഓൾറെഡി ഒരു ക്വീൻ ഓഫ് സോർഡ്സ് എനർജിയിലാണ് നിൽക്കുന്നത്. സോ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുമ്പോൾ അവരെവിടെയോ നിങ്ങളെ ഒരു കൺട്രോളിങ് ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് അവർക്ക് നിങ്ങളുടെ മേലെ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ അങ്ങനെ പറയാം. ഓക്കെ, ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് എപ്പോഴും. ഓക്കെ, അതായത് നിങ്ങൾക്ക് എപ്പോഴും തോന്നും ദാറ്റ് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ. ഓക്കെ, അത് അവർ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവർ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് ഇടുകയും ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അവർ ആവശ്യം പറഞ്ഞു വരുമ്പോൾ അപ്പം നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്ത് ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എൻ്റെ എന്ന നിങ്ങൾക്കൊരു ചിന്ത. അത് അവർ ചെയ്യിപ്പിക്കുന്നതാവാം. അങ്ങനെ മീൻസ് അവരങ്ങനെ ഒരു പ്രസൻറ്റേഷൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അങ്ങനെ ഒരു പ്രസൻറ്റ് ചെയ്യുന്നതാവാം. അങ്ങനെയായിരിക്കാം. ഇവിടെ എനിക്ക് പക്ഷെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് കാണുന്നത്. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം. ഓക്കെ, ഫ്രണ്ട്സ്, ഫാമിലി, ഇതാരും ആവാൻ പറ്റും. ഈവൻ ലൈക്ക് റിലേഷൻഷിപ്പ് ആയാലും ഓക്കെ, അങ്ങനെയാവാം. ഇത് സോൾമേറ്റ് എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ എവിടെയോ ഐ തിങ്ക് ഒരു കർമ്മയുടെ കാര്യമാണ് എനിക്ക് കാണുന്നത്. സോൾമേറ്റ്സ് തമ്മിലും ചിലപ്പോൾ എന്തെങ്കിലും കർമ്മ ഉണ്ടാവും. ഓക്കെ, ചില കർമ്മ നമ്മൾ തീർക്കാനുണ്ടാവും. അത് പാസ്റ്റ് മുൻജന്മത്തെ കർമ്മ എന്ന രീതിക്കൊക്കെയാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ആവാം നിങ്ങൾ തമ്മിൽ, എന്തെങ്കിലും ഒരു പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ. അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് അപ്പം അവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുക, അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കണം എന്ന് തോന്നുക, അല്ലെങ്കിൽ അവർ നിങ്ങളെ ആ രീതിയിൽ നിങ്ങളെ തോന്നിപ്പിക്കുക. അപ്പം നിങ്ങൾ തമ്മിൽ എവിടെയോ ഒരു കർമ്മയുടെ കാര്യം കൂടിയുണ്ട്. മേ ബി നിങ്ങൾ പാസ്റ്റിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നിരിക്കും. ഓക്കെ, നല്ല ബന്ധമായിരുന്നിരിക്കും. നിങ്ങൾ തമ്മിൽ വളരെയധികം അറ്റാച്ച്മെൻറ്റോടെ, ഓക്കെ, സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ട ആൾക്കാർ ഫാമിലി ആണെങ്കിൽ പിന്നെ ഓൾറെഡി പണ്ടോട്ടേ അറിയുന്നതാണല്ലോ. ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, ഓക്കെ, നിങ്ങൾ തമ്മിൽ വളരെ ഒരു അറ്റാച്ച്മെൻറ്റ്, ക്ലോസ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് അപ്പോൾ ആ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയുടെ എനിക്ക് ഫീലിംഗ് വരുന്നുണ്ട്. ജഡ്ജ്മെൻ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യമാണ് മെയിനായിട്ട്. 9 ഓഫ് സോർഡ്സ് ഉണ്ട്, 9 ഓഫ് കപ്സും ഉണ്ട്. നിങ്ങൾക്ക് ഐ തിങ്ക് ഒരുപാട് സിറ്റുവേഷൻ നിങ്ങൾക്ക് ബെറ്റർ ആക്കണം. അതായത് ഇവർ തമ്മിലുള്ള ആ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഓക്കെ, നിങ്ങൾ അവരോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്കത് വല്ലാതെ സ്ട്രെസ്സ് വരുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് അവരോട് ഒരുപാട് സ്നേഹമായിരിക്കാം, ഫീലിങ്സ് അതിപ്പോൾ സ്നേഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ യെസ്, ഓക്കെ, അങ്ങനത്തെ സ്നേഹം. അല്ലാത്തവർക്ക് നിങ്ങൾ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ആകുമ്പോഴും നിങ്ങൾക്ക് അവരോട് വളരെയധികം കെയറും സ്നേഹമുള്ള ഇതുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഓക്കെ, മൂൺ കാർഡ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ മറക്കുന്നു എന്ന് തോന്നുന്നുണ്ടാവാം. അവർ നിങ്ങളോട് പറയാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇത്രയും ഈ സപ്പോർട്ട് ചെയ്തിട്ടും നിങ്ങൾ ഇത്രയും ഈ ഹെൽപ്പ് ചെയ്തിട്ടും അവർക്ക് നിങ്ങളോട് ആ ഒരു റെസ്പെക്റ്റ് ഇല്ല. ഓക്കെ, നിങ്ങളോട് ആ ഒരു നിങ്ങൾ കൊടുക്കുന്ന ഹെൽപ്പ്, സപ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അവരതിനെ ഒരു വാല്യൂ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, ഐ തിങ്ക് അങ്ങനെയൊക്കെയാണ് എനിക്കിവിടെ കാണുന്നത്. ഇവിടെ ചാരിയറ്റ് കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ മുന്നോട്ട് പറയാം. ഐ തിങ്ക് ഇത് ഫ്യൂച്ചറിലേക്ക് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് പക്ഷെ ഒരു കർമ്മയുടെ ഫേസ് ആയിരിക്കാം ഇപ്പം നിങ്ങൾ തമ്മിൽ. ഓക്കെ, കാർമിക് ഫേസ് ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ്സ് ആണ്. ഓക്കെ, പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ ഉണ്ട്. പക്ഷെ എവിടെയോ ഒരു ചെറിയൊരു കർമ്മ ഉണ്ട് ഇതിൽ. ഓക്കെ, ആ കർമ്മ ബേസ്ഡ് നിങ്ങൾ ആ ഒരു വിഷമം അനുഭവിക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനിൽ ഓക്കെ മുന്നോട്ട് പക്ഷെ നല്ലതാണ് എനിക്ക് കാണുന്നത്. മുന്നോട്ട് നല്ലതാണ് വരുന്നത്.
ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇവിടെ എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ശരി, ഓക്കെ, മുന്നോട്ട് നിങ്ങൾ തമ്മിൽ ഓക്കെ ആവും, ഒരു കോംപ്രമൈസ് വരും. ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങൾ തമ്മിലൊരു കോംപ്രമൈസ് വരും. നിങ്ങൾ തമ്മിലൊരു മീറ്റിങ്ങിന് പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് കാണാൻ, മേ ബി ഇപ്പം നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ വഴക്കായി നിങ്ങൾ സംസാരിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് വരാനുള്ള സാധ്യത എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിലൊരു ഹാപ്പിനെസ് വരുന്നതായിട്ടും ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ബാലൻസ് വരും, കോംപ്രമൈസ് വരും എന്ന രീതിക്കാണ് കാണുന്നത്. ഐ തിങ്ക് നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവും. യെസ്, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവും എന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ ബന്ധം ലൈക്ക് ഇപ്പോൾ അത് ആരായാലും ശരി, ഇവൻ പാരൻസ് ആയാലും സിസ്റ്റർ ബ്രദർ ആയാലും ഫ്രണ്ട്സ് ആയാലും അല്ല, നിങ്ങളെ ലവ് റിലേഷൻഷിപ്പ് ആയാലും ഫാമിലി ഹസ്ബൻഡ് വൈഫ് ആയാലും എന്ത് തന്നെ ആയാലും, ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ മേ ബി ഒന്ന് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ അതിനെ കട്ട് ഓഫ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവാം. കാരണം അവർ അത്രത്തോളം നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എവിടെയോ നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി എടുത്ത് കാണാം. ഓക്കെ, മേ ബി നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുത്ത് നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കോംപ്രമൈസ് ഇവിടെ വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വന്നതായിരിക്കാം ഇത്. ഞാൻ പറഞ്ഞു കർമ്മയുടെ കാര്യം പറഞ്ഞു. കർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഒരു ലെസൺ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ആ ലെസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളെ, അത് ആരായാലും ശരി, ഈവൻ പാരൻസ് ആയാലും, എത്ര നമ്മൾ സ്നേഹമുള്ള വ്യക്തി ആയാലും ശരി, ഈവൻ പാരൻസ് ആയാൽ പോലും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് പറയുക. നിങ്ങൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പാരൻസ് ആയാലും ഫ്രണ്ട്സ് ആയാലും ആരോടും, ഓക്കെ, നിങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഓക്കെ, ഒരു പരിധി വരെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഓക്കെ, അവരെ കെയർ ചെയ്യണം, അവരെ എല്ലാം ചെയ്തൊക്കെ കൊടുക്കണം. പക്ഷേ നിങ്ങളുടെ സെൽഫ് വാല്യൂ, സെൽഫ് റെസ്പെക്റ്റ് പോകുന്നു എന്ന് നിങ്ങൾ കാണുമ്പോൾ അവിടെ നിങ്ങൾ നിൽക്കാൻ പാടില്ല എന്ന്. ശരിക്കും ഇത് ലൈക്ക് ഭഗവത്ഗീത അങ്ങനത്തെ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കരുത് എന്നാണ് പറയാം. ഒരു പരിധിക്കപ്പുറം. ഓക്കെ, നമ്മൾ വിട്ടുകൊടുക്കാം, കുറേ നമ്മളെല്ലാം സഹിച്ച് നിൽക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യരുത് എന്നാണ് പറയാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഐ തിങ്ക് ആ ഒരു ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെവൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. എന്നിട്ട് നിങ്ങൾ അവനവന് വേണ്ടി, ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിച്ച് റിയാക്ട് ചെയ്യാൻ നിങ്ങൾ തുടങ്ങണം. ഓക്കെ, അപ്പോൾ മാത്രമേ പക്ഷെ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് വരുന്നു എന്നും കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു ലൈക്ക് നിങ്ങൾ അവനവന് വേണ്ടി ഫൈറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, അങ്ങനെ ഫൈറ്റ് ചെയ്ത മീൻസ് അവരെ നമ്മളൊന്നും പറയാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും ഞാൻ പറയാറുണ്ട്, അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾ അത് സഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണുന്നത് മെയിൻലി. അതിപ്പോൾ ആരും ആവാം. ഓക്കെ, ഞാൻ ഈ 2 കാർഡ്സ് മാത്രം ഇവിടെ വെച്ചേക്കാം. കാരണം ഫൈനൽ ഔട്ട്കം എനിക്ക് നല്ലത് കാണുന്നുണ്ട്. അവരുടെ ഇൻറ്റൻഷൻ നിങ്ങളോട് എന്താണ്? ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളെ സോൾമേറ്റ് ആണ്, അല്ലാന്നല്ല. ബട്ട് അവിടെ ഒരു കാർമിക് സിറ്റുവേഷൻ ഇടയിൽ വന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കർമ്മ തീരാനുണ്ട്. അവിടെ ഒരു ലെസൺ നിങ്ങൾ പഠിക്കാനുണ്ട് എന്നും പറയാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇത് എന്തെങ്കിലും കുറച്ചുകൂടി ക്ലാരിറ്റി എനിക്ക് പറയാൻ പറ്റുമോ നോക്കുമ്പോൾ വേറെയും ഡെക്ക് ഞാൻ വെച്ചിരുന്നു. ഓക്കെ, 8 of Swords, 7 of Cups, Wheel of Fortune, Queen of Wands, Death, and Queen of Pentacles. ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ എനിക്ക് ഫൈനാൻഷ്യൽ തന്നെയാണ് കൂടുതലും കാണുന്നത് കേട്ടോ. ഓക്കെ, ഫൈനാൻഷ്യലി നിങ്ങളെ യൂസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് അവർ നോക്കിയിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, അവർക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഫൈനാൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ്, സപ്പോർട്ട്, അങ്ങനെ എന്ത് കാര്യങ്ങളും ആവാം, അത് അവർക്ക് ഒരുപാട് ലൈക്ക് അവർ നിങ്ങളെ എന്താ പറയുക, സോറി, എനിക്ക് പറയാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഓക്കെ, എന്തായാലും അവരെ ഇവിടെ കാണുന്നത് എനിക്ക്, ഓക്കെ, നിങ്ങൾ ഒരു സ്റ്റക്കായിട്ട് നിന്നിരുന്നു. അതായത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായതായിട്ട് ഇതിനെ നിങ്ങളെ പെടുത്തി നിർത്തുക. എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ പറഞ്ഞ ഒരു ബ്ലാക്ക് മെയിലിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പൈസ ചോദിക്കണം അങ്ങനെയല്ല, ബട്ട് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ. ഓക്കെ, അതായത് അവർ നിങ്ങളെ പറഞ്ഞ് ഇതാക്കുക, ദാറ്റ് ഇമോഷണലി ദാറ്റ് നിങ്ങൾക്ക് തോന്നും ദാറ്റ് ഇല്ല, ഞാൻ ഇവരെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരുത്താം. ഓക്കെ, അപ്പം നിങ്ങളെ അങ്ങനെ സ്റ്റക്കാക്കി നിർത്തിയ പോലെയാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അവരുടെ ലൈഫിൽ നിങ്ങളൊരു ഓപ്ഷൻ മാത്രമാണ്. ഓക്കെ, ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും, അതായത് ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ അച്ഛനമ്മമാർ, അങ്ങനെ മീൻസ് അവർ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രയോറിറ്റി തന്നിട്ടില്ല എന്ന് പറയാം. ഓക്കെ, അവർക്ക് വേറെയും ഫ്രണ്ട്സോ കാര്യങ്ങളോ ഉണ്ടാവും, വേറെയും ആൾക്കാർ അവരുടെ ലൈഫിലുണ്ടാവും, അല്ലെങ്കിൽ വേറെയും
പലതിനും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കും. അവരെ ജോലി അവർ പറയും എൻ്റെ ജോലിയുണ്ട്, എൻ്റെ തിരക്കിലാണ്, അല്ലെങ്കിൽ എൻ്റെ വേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരിക്കലും അവർ ഇമ്പോർട്ടൻസ് തരില്ല. ഓക്കെ, ആ രീതിക്കുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, ബട്ട് നിങ്ങൾ എങ്ങനെയോ അതിലിങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇതെല്ലാം സമയം മാറും. എനിവേ ഇവിടെ കാണുന്നത് സമയം മാറി വരും. ഓക്കെ, അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് പണം തന്നെയാണ് വീണ്ടും തോന്നുന്നത്. അവർ നിങ്ങളുടെ ഒരു ഇമോഷണൽ ആ ഒരു അറ്റാച്ച്മെൻറ്റിനെ അവർ മുതലെടുക്കുകയാണ്. ഓക്കെ, അവർ നിങ്ങളുടെ ഇമോഷണൽ അവരോടുള്ള ആ ഒരു കെയർ അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് അവർ മുതലെടുക്കുന്ന പോലെയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ ശരിക്കും സിറ്റുവേഷനിൽ ഒരു മാറ്റം വരാനുണ്ട്, ട്രാൻസ്ഫോർമേഷൻ വരാനുണ്ട്. ഓക്കെ, ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂണും ഡെത്തും പറയുന്നത് നിങ്ങൾ ആ സിറ്റുവേഷനെ ഒന്ന് മാറ്റണം എന്നാണ്. അത് പക്ഷേ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളാണ് ഇവിടെ സ്ട്രോങ് ആവേണ്ടത്. കാരണം ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഗുണമില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഗുണമുള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എപ്പോഴെങ്കിലും ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് രീതിക്കും ആവാം, നിങ്ങൾ ചിന്തിക്കാം. അതായത് ഒന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവരുടെ അടുത്തുള്ള വാല്യൂ അതും നമ്മളൊരു ഇതല്ലേ പറയുന്നത്. സോ അതുപോലും നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അവർ പണത്തിന് വേണ്ടി എവിടേക്കോ നിങ്ങളെ യൂസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, പണം മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റി എന്ത് കാര്യങ്ങളും ആവാം. മീൻസ് അവരെ ഒരു മോട്ടിവേറ്റ് ചെയ്യുക, അവർ ലൈക്ക് ഫുള്ളി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇമോഷണലി ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. അത്തരത്തിലൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങളുടെ ആ ഒരു കെയറിങ് നേച്ചർ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ അവർ യൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ അവർ സ്റ്റക്കാക്കി നിർത്തുകയാണ്. ഓക്കെ, നിങ്ങളുടെ പക്ഷേ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഇതിലൊരു മാറ്റം വരുത്തണം. ഓക്കെ, നിങ്ങൾ ഈ സിറ്റുവേഷൻ നിങ്ങൾ തന്നെ മാറ്റിയെടുക്കണം. പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് നിങ്ങൾക്ക് ആ ഒരു റെസ്പെക്റ്റ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ അവർ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നില്ല, ആ രീതിക്കൊക്കെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർ ഒരു കോൺഫ്ലിക്റ്റ് ആവുകയും ചെയ്യും അവിടെ, അല്ലേ? അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ആകുമ്പോൾ പക്ഷെ നിങ്ങളാണ് ഇമോഷണൽ ആവുന്നത്, നിങ്ങളാണ് അവിടെ വല്ലാതെ വേദനിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിൽക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാറ്റം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് വരുത്തേണ്ടത്. നിങ്ങളാണ് അവനവനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. ഓക്കെ, വേറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആക്ഷൻ എടുക്കണം. ഓക്കെ, നിങ്ങളിങ്ങനെ വിഷമിച്ച് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്ത് ആ പേഴ്സണെ കുറിച്ച് വല്ലാതെ അവർ നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത് ഈ കാർമിക് ആയതുകൊണ്ടാണ്, കർമ്മ സിറ്റുവേഷൻ അവിടെ ഉള്ളതുകൊണ്ടാണ്. സോൾമേറ്റ്സ് ആണ്, ഇല്ല എന്നല്ല, ബട്ട് സോൾമേറ്റിലും ചില ലെസൺ പഠിപ്പിക്കാൻ വരുന്ന സമയത്ത് അത് അങ്ങനെ ആവാറുണ്ട്. ഓക്കെ, സോ എനിക്ക് എവിടെയോ പക്ഷേ സിറ്റുവേഷൻ മാറും, ചേഞ്ചസ് വരും. പക്ഷെ നിങ്ങൾ ഈ ഒരു ഇത് മാറ്റിയെടുക്കണം, നിങ്ങൾ മാറ്റിയെടുക്കണം ആദ്യം. ഓക്കെ, നിങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങൾ മാറുമ്പോൾ മാത്രമേ സിറ്റുവേഷനിൽ ഒരു മാറ്റം നിങ്ങൾക്ക് കാണുള്ളൂ. ഓക്കെ, ഇവിടെ സൺ ആൻഡ് ടെമ്പറൻസ് ആണ്. അതായത് ബാലൻസ്, ഒരു കോംപ്രമൈസ് വരും. ഓക്കെ, കോംപ്രമൈസ് വരും, വീണ്ടും നിങ്ങൾ ഹാപ്പി ടൈംസ് എന്ന രീതിക്ക് വരും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊന്ന് മേ ബി ക്ലിയർ ആയിട്ട് സംസാരിക്കുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മേ ബി കുറച്ചുകൂടി കാര്യങ്ങൾ ബെറ്റർ ആവുമായിരിക്കും. നിങ്ങൾ പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ, ഓക്കെ, അതായത് നിങ്ങൾ കുറെ കൂടി സ്ട്രോങ് ആവാനുണ്ട്. നിങ്ങൾ കുറെ കൂടി അവരെ മുമ്പിൽ കാര്യങ്ങൾ മീൻസ് ചിലപ്പോൾ നമ്മൾ അവരെ ഹേർട്ട് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. ഓക്കെ, അത് യൂണിവേഴ്സിന് വിട്ടേക്കുക എപ്പോഴും. ഓക്കെ, നിങ്ങൾ മാറിപ്പോവുക, നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യാം. ഓക്കെ, അവരുടെ ഇൻറ്റൻഷൻ എവിടെയോ കുറച്ചൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ആ ഒരു സ്റ്റെബിലിറ്റി, അതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കെയർ, നിങ്ങളുടെ സ്റ്റെബിലിറ്റി, നിങ്ങൾ കൊടുക്കുന്ന ഒരു അറ്റൻഷൻ, കെയർ, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെയാണ് അവർ. പക്ഷേ എന്നാൽ തിരിച്ചിങ്ങോട്ട് തരുന്നുണ്ടോ അതുമില്ല. സോ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ ഡെക്ക് എനിക്ക് എന്താ കിട്ടുന്നത് നോക്കട്ടെ. ഇതിപ്പോൾ എല്ലാ സിറ്റുവേഷനിലും നമുക്കത് കാര്യം എടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ലെറ്റ്സ് സീ. കോഫിൻ, ഡെത്ത് ആണ്, കണ്ടോ, ഡെത്തിൻ്റെ കാർഡാണ്. ഫിഷ്, ഫൈനാൻഷ്യൽ, അഗൈൻ, വാവ്. ഓക്കെ, ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ചെങ്കിലും. ഓക്കെ, ഫോക്സ്, യെസ്, സോറി, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. ഡോഗ്, ബെയർ ആൻഡ് ഗൈഡൻസ് മെസ്സേജ് കൂടി പോയി കാണാം കേട്ടോ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് ഗൈഡൻസ് മെസ്സേജിലും ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻസ് ഗൈഡൻസിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാത്തിലും മാച്ച് ചെയ്തെടുക്കാം. നിങ്ങളത് ചെയ്യുന്നില്ല, ഞാനെന്താ ചെയ്യാം? ഓക്കെ, സ്റ്റാർ, ദേ ഒരേ കാർഡാണ് നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജിൽ വന്നത്, അതുകൂടി നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് ഈ സിറ്റുവേഷനിൽ ഒരു മാറ്റം വരുത്തേണ്ട സമയമായി. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ വേണം മാറ്റം വരുത്താൻ. കാരണം അവർക്ക് മെയിൻലി ഇവിടെ എനിക്ക് കാണുന്നത് ഫിഷ് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ കാര്യങ്ങളാണ്. ഓക്കെ, ഫൈനാൻസിൻ്റെ കാര്യങ്ങളാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ഫൈനാൻഷ്യലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. ആ ഡിപ്പെൻഡൻസിയിൽ നിന്ന് നിങ്ങൾ എൻഡ് ചെയ്യാറായി ഈ സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ ഈ സിറ്റുവേഷൻ എൻഡ് ചെയ്യാറായി. ഓക്കെ, കാരണം മൗണ്ടൻസ് എന്ന് പറയുന്നുണ്ട് ഡിഫിക്കൽട്ടീസ് എന്ന രീതിക്ക്. ഓക്കെ, ബട്ട് അവർ
അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ അവർ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളെ ഫൈനാൻഷ്യൽ ഡിപ്പെൻഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനെല്ലാം ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ കാര്യങ്ങൾക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ ഫോക്സ് എന്ന് പറയുന്നുണ്ട്, കണ്ണിങ് ആണ് അവർ. വളരെ കണ്ണിങ് ആയ പേഴ്സണാണ്. അവർക്കറിയാം എങ്ങനെ നിങ്ങളുടെ ആ ഒരു ശരിക്കും ലോയൽറ്റി, നിങ്ങൾ ഒരുപാട് ലോയലാണ് ആ പേഴ്സണോട്. ഓക്കെ, അതവർക്ക് നന്നായിട്ട് അറിയാം, അത് അവർ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. ഓക്കെ, അവർ നല്ല രീതിക്ക് നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ സ്വഭാവം അല്ലേ, എനിക്ക് അങ്ങനെ പറയാൻ തീരെ ഇഷ്ടമല്ല. എനിവേ, കാണുന്നത് പറഞ്ഞല്ലേ പറ്റൂ. ഓക്കെ, ബെയറുണ്ട്, നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അവരെ വളരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, പക്ഷെ അവനവനെ കുറിച്ച് ആര് ചിന്തിക്കും? ഓക്കെ, നിങ്ങൾ തന്നെ ചിന്തിച്ചു തുടങ്ങണം. ബിക്കോസ് ഇവിടെ ടവർ മൊമെന്റ് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ. ഓക്കെ, ആക്ച്വലി ഇവിടെ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ ബെറ്റർ ആവാനുള്ള ഒരു സാധ്യതയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ബട്ട് അതിന് നിങ്ങൾ ഈ ഒരു എൻഡിങ് കൊണ്ടുവരണം, അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരണം. ഓക്കെ, നിങ്ങളായിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് അവർക്ക്, അതായത് സ്ലോലി മാറാം. ഓക്കെ, ഇതിന് ചില ട്രിക്സ് ഒക്കെ നിങ്ങൾ ആലോചിച്ച് ചെയ്യാം. വരും നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് ഒഴിഞ്ഞ് മാറണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, ഫൈനാൻഷ്യലി അല്ലെങ്കിലും അവിടെ എവിടെയോ നിങ്ങളുടെ ഇമോഷണൽ ആ ഒരു അറ്റാച്ച്മെൻറ്റിനേക്ക് അവർ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ലോയൽറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും അവരോട് ലോയലാണ്, നിങ്ങൾ അവരെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, നിങ്ങൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇതിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ബ്രദർ ആവാം, സിസ്റ്റർ ആവാം, ഫാമിലി മെമ്പർ ആവാം, അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്സ് ആയാലും നിങ്ങൾ ആ പേഴ്സണിനെ നെഗറ്റീവ് നിങ്ങൾ പറയില്ല. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇത് എൻഡ് ചെയ്യേണ്ട സമയമായി, കാരണം ഇവിടെ ഒരു കണ്ണിങ് ആണ് അവർ. ഓക്കെ, കണ്ണിങ് എന്ന് പറഞ്ഞാൽ അവർ വളരെ അത് അവർ വേണം വെച്ച് ചെയ്യുന്നതായിരിക്കണം എന്നില്ല. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു നമുക്ക് എല്ലാത്തിലും ഒരു നല്ല പോയിന്റ് എനിക്ക് പറയാതെ പറ്റില്ലല്ലോ എന്നെ കൊണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ പ്രശ്നം കൊണ്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ യൂണിവേഴ്സ് എപ്പോഴും പറയാറുണ്ട് എന്നിട്ട് ഒരു ലിമിറ്റ് വരെ നിങ്ങളത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതിനപ്പുറം നമ്മളത് സമ്മതിച്ചു കൊടുക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്, എനിക്കറിയാം. ബട്ട് എന്നാലും അവിടെ ഒരു ലിമിറ്റിനപ്പുറം നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. യൂണിവേഴ്സായിട്ട് തന്നെ ചില ടവർ മൊമെന്റ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഡെത്ത് ആൻഡ് ടവർ രണ്ടും വന്നിട്ടുണ്ട്. ഇവിടെ എൻഡിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഒരു എൻഡിങ് നിങ്ങൾ കൊണ്ടുവരണം ഇവിടെ. ഓക്കെ, സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കണം. ഇതിൽ നിന്ന് ഞാൻ ഇല്ല, ഈ സിറ്റുവേഷനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, ആ തീരുമാനം വന്നാൽ പക്ഷെ പിന്നീട് ഇത് ബെറ്റർ ആവുകയും ചെയ്യും. ഓക്കെ, പിന്നീട് നിങ്ങൾക്കിതിൽ ഈ സിറ്റുവേഷൻ ഒന്ന് മാറി വരും, ആ പേഴ്സൺ ഒന്ന് റിയലൈസ് ചെയ്യും. യെസ്, ഇല്ല, മുന്നോട്ട് ആക്ച്വലി ഇത് ബെറ്റർ ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വരാം, കുറച്ചുകൂടി സിറ്റുവേഷൻ ശരിയാവാം. പക്ഷേ ഇവിടെ ഈ ഒരു മാറ്റം ആവശ്യമാണ്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഞാൻ അങ്ങനെ നമ്മളിങ്ങനത്തെ റീഡിങ്സ് വളരെ കുറവാണ് വരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ബട്ട് എനിവേ, എന്തായാലും എനിക്കത് പറയാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവർക്കും നിങ്ങൾക്കൊരു ഹെൽപ്പോ ക്ലാരിറ്റിയോ അതുകൊണ്ട് കിട്ടട്ടെ. ഓക്കെ, ആ ചോദിച്ച പേഴ്സൺ ഇനിയിപ്പോൾ ഞാൻ കമൻറ്റ് ഞാൻ തപ്പി പിടിച്ച് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, ഞാൻ ഈ ലിങ്ക് എടുത്ത് നിങ്ങൾക്ക് ഇട്ട് തരാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം. എനിക്ക് ആ തപ്പി പിടിക്കണം പക്ഷേ കമൻറ്റ്. ഓക്കെ, എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. പോസിറ്റീവായിട്ടിരിക്കുക, ലൈഫിനെ നിങ്ങളുടെ ലൈഫ് വിട്ട് കളിക്കാതിരിക്കുക. ഓക്കെ, എല്ലാം സൂക്ഷിക്കുക എപ്പോഴും. ഓക്കെ, അവനവനെ നിങ്ങൾ റെസ്പെക്റ്റും വാല്യൂവും കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.